8ാം ക്ലാസ്സിലെ വർഗ സമവാക്യങ്ങൾ അല്ലെങ്കിൽ സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന പാഠഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിച്ച ഒന്നാമത്തെ ഐഡന്റിറ്റി എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്നാണ്. അതായത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ആണല്ലോ. ഇത് രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗമാണ് അല്ലെ. അപ്പൊ ഇതില് ഒരു സംഖ്യ മറ്റേ സംഖ്യയുടെ വിൽക്രമമാണെങ്കിൽ അല്ലെങ്കിൽ റെസിപ്രോക്കൽ ആണെങ്കിൽ ഈ സമവാക്യത്തിൽ അല്ലെങ്കിൽ ഈ ഐഡന്റിറ്റിയിൽ എന്ത് മാറ്റമാണ് വരിക എന്ന് നോക്കാം നമുക്ക്. അതായത് എക്സ് പ്ലസ് ഇതിന്റെ വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ വിൽക്രമം 1/x ആണ് അല്ലെ. റെസിപ്രോക്കൽ 1/x ആണ്. ഇതിന്റെ സ്ക്വയർ ഈക്വൽ ടു ഇതേപോലെ നമുക്ക് എഴുതി കഴിഞ്ഞാല് ഫസ്റ്റ് വൺ എക്സ് സ്ക്വയർ തന്നെ, സെക്കൻഡ് വൈ സ്ക്വയർ ആണ്. വൈയുടെ സ്ഥാനത്ത് ഇവിടെ 1/x ആണുള്ളത്. അപ്പൊ എന്ത് എഴുതിയാൽ മതി? 1/x സ്ക്വയർ പ്ലസ് 2xy എന്ന് പറയുമ്പോ എന്താ? 2 × x × 1/x ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് മാറ്റി ഒന്നും കൂടി എഴുതി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 × x × 1/x എന്താണ്? 2 × x എന്ന് പറഞ്ഞാൽ 2x/x. അപ്പൊ x ക്യാൻസൽ ചെയ്ത് അവിടെ 2 എന്ന് മാത്രം കിട്ടും അല്ലെ. അതായത് x പ്ലസ് 1/x ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ 1/x സ്ക്വയർ പ്ലസ് 2 എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ രൂപത്തിലുള്ള സംഖ്യകളുടെ സ്ക്വയർ വർഗം കാണണമെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി അല്ലെ. അതായത് എക്സാമ്പിൾ, ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 1/2 അല്ലെ, 2.5 സ്ക്വയർ. 2 1/2 2.5 സ്ക്വയർ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ സ്പ്ലിറ്റ് ആക്കി എഴുതാം? 2 പ്ലസ് 1/2 എന്ന് എഴുതാം അല്ലെ. 2.5 എന്ന് പറഞ്ഞാൽ 2ഉം അരയും കൂടിയതല്ലേ. അപ്പൊ 2 കൂട്ടണം അര സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇതിനെ ഈ രൂപത്തിൽ നമ്മൾക്ക് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക, എങ്ങനെ വിപുലീകരിക്കുക? 2 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 2 എന്ന് എഴുതിയാൽ മതി അല്ലെ. ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് അതിനോട് ഒരു 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം കിട്ടി അല്ലെ. അതായത് 2 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 2. അപ്പൊ എന്താ കിട്ടുക? 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 പ്ലസ് 1/2 സ്ക്വയർ എന്ന് വെച്ചാൽ 1/4 പ്ലസ് 2 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കൂട്ടാൻ പറ്റുന്ന ഏതൊക്കെയാണ്? 4 കൂട്ടണം 2 6, 6ഉം 1/4 അല്ലെ. പൂർണ്ണസംഖ്യകൾ ആദ്യം കൂട്ടി അതിനുശേഷം ഭിന്നസംഖ്യ അതിനോട് ചേർത്ത് എഴുതാം. 4 + 2 പറഞ്ഞാൽ 6, 6 ആണ് 2.5 സ്ക്വയർ എന്ന് കിട്ടും നമുക്ക്. അതുപോലെ 3 1/3 3 1/3 സ്ക്വയർ. ഇതിന് നമുക്ക് എങ്ങനെയാണ് മാറ്റി എഴുതാൻ പറ്റുക? 3 + 1/3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ നോക്ക്, 3 1/3 അല്ലെ. എക്സ് പ്ലസ് 1/x ഇതിന്റെ റെസിപ്രോക്കൽ ആണല്ലോ. അപ്പൊ ഇതും നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാ കിട്ടുക? 3x സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 അല്ലേ. അപ്പോ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ 3 ആയതുകൊണ്ട് 3 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 2 എന്ന് ചെയ്താൽ മതി അല്ലെ. 3 സ്ക്വയർ കൂട്ടണം 1/3 സ്ക്വയർ കൂട്ടണം 2 അല്ലെ. അപ്പൊ 3 സ്ക്വയറിന്റെ ഉത്തരം എത്രയാ? 9. 1/3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/9 കൂട്ടണം 2. അപ്പൊ നമുക്ക് ആദ്യം പൂർണ്ണസംഖ്യകൾ കൂട്ടാം. 9ഉം 2ഉം 11. 11നോട് ഈ 1/9 ചേർത്ത് എഴുതിയാൽ മാത്രം മതി അല്ലെ. 11 കൂട്ടണം 1/9 എന്ന് പറഞ്ഞാൽ 11 1/9 എന്ന് എഴുതിയാൽ മതി. അതായത് 3 1/3 സ്ക്വയർ 11 1/9 ആണ്. ഇതുപോലെ ഒരു ചോദ്യം കൂടി നോക്കൂ. ഇതേ റെസിപ്രോക്കൽ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ വിൽക്രമം വരുന്ന രീതിയിൽ 4 1/4 സ്ക്വയർ സമയം എങ്ങനെ എഴുതാം നമുക്ക്? 4 കൂട്ടണം 1/4 സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ കിട്ടുക? എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2. എല്ലാത്തിനും അങ്ങനെ തന്നെ. എക്സ് സ്ക്വയർ കൂട്ടണം 1/x സ്ക്വയർ കൂട്ടണം 2 എന്ന് എഴുതിയാൽ മതി അല്ലെ.
അപ്പൊ 4ന്റെ സ്ക്വയർ 4 സ്ക്വയർ പ്ലസ് 1/4 സ്ക്വയർ പ്ലസ് 2. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. 1/16 കൂട്ടണം 2. ഇപ്പൊ 16ഉം 2ഉം കൂട്ടിയ 18. 1/16 ആണ് 4 1/4ന്റെ സ്ക്വയർ വരിക. അപ്പൊ ഈ രൂപത്തിലുള്ള സംഖ്യകളുടെ ഒക്കെ വർഗം കാണാൻ ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യത്തതിന്റെ സ്ക്വയർ പ്ലസ് അതിന്റെ റെസിപ്രോക്കലിന്റെ സ്ക്വയർ പ്ലസ് 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന്റെ വർഗം കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച ഈ സമവാക്യം അല്ലെങ്കിൽ ഐഡന്റിറ്റിയിലെ ഒരു സംഖ്യ 1 ആയാൽ ഈ സമവാക്യത്തിൽ എന്ത് മാറ്റമാണ് വരിക നോക്കാം. ആദ്യത്തെ സംഖ്യ എക്സ് തന്നെയാണ്. രണ്ടാമത്തെ സംഖ്യ വൈക്ക് പകരം 1 ആയാൽ ഇതിൽ എന്ത് മാറ്റമാണ് വരിക? എക്സ് സ്ക്വയർ പ്ലസ് 2xy എന്ന് പറഞ്ഞാൽ 2xy, 2x പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1ന്റെ സ്ക്വയർ, ഇങ്ങനെയാണ്. ഇനി വൈക്ക് പകരം ഒരു സംഖ്യ 2 ആയാൽ എന്ത് മാറ്റമാണ് വരിക? എക്സ് പ്ലസ് 2 അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy അല്ലേ? 2 ഗുണിക്കണം എക്സ് ഗുണിക്കണം 2, അപ്പൊ എത്ര? 4x പ്ലസ് 2ന്റെ സ്ക്വയർ 4 അല്ലെ? ഇനി ഒരു സംഖ്യ 3 ആയാൽ എന്ത് മാറ്റമാണ് വരിക? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഈ 3ന്റെ ഇരട്ടി 6x പ്ലസ് ഈ 3ന്റെ സ്ക്വയർ, ഇങ്ങനെയാണ് വരിക. ആദ്യത്തെ സംഖ്യ എക്സ് തന്നെ, രണ്ടാമത്തെ സംഖ്യ വൈക്ക് പകരം 1 2 3 ഇങ്ങനെയുള്ള സംഖ്യകൾ വരുമ്പോഴുള്ള മാറ്റമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 1ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ, ഈ നടുക്കുള്ളതൊക്കെ എന്താ വരുന്നത്? ഇവിടെയുള്ള സംഖ്യയുടെ ഇരട്ടിയാണ് വരിക. 2x 4x 6x അങ്ങനെയാണ് വരിക. ഇനി ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പേജ് നമ്പർ 40 രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്താണ്? ഇതേപോലെ ആലോചിച്ചാല് എക്സ് സ്ക്വയർ പ്ലസ് ഇതിന്റെ ഇരട്ടി, അരയുടെ ഇരട്ടി എത്രയാ? 1 അല്ലെ? 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതണമെന്നില്ല. പിന്നെ 1/2ന്റെ വർഗം 1/4. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി പേജ് നമ്പർ 40 രണ്ടാമത്തെ ചോദ്യമാണ്. ജനറൽ ഐഡന്റിറ്റിയില് ഒരു നമ്പർ 2 എന്ന സംഖ്യ ആയാൽ ആ ഐഡന്റിറ്റിക്ക് വരുന്ന മാറ്റം എന്താണ്? ആ മാറ്റം ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് താഴെ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കുകയാണ് വേണ്ടത് നമുക്ക്. അതായത് ജനറൽ ഐഡന്റിറ്റി എന്താണ് എന്ന് നമുക്ക് അറിയാം അല്ലെ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, ഇതാണ് നമ്മൾ പഠിച്ച സമവാക്യം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ, ഇതാണ് നമ്മൾ പഠിച്ചത്. ഇതില് വൈയുടെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്താൽ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ, ഇത് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. എക്സ് സ്ക്വയർ പ്ലസ് ഇതിന്റെ ഇരട്ടി അല്ലെ? 4x പ്ലസ് 4, ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് താഴെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തത് 22 സ്ക്വയർ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ 22 സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതുക? 20 പ്ലസ് 2 എക്സ് പ്ലസ് 2 എന്ന രൂപത്തിലേക്ക് മാറ്റാം. 20 പ്ലസ് 2 ഹോൾ സ്ക്വയർ, അപ്പൊ എങ്ങനെ കിട്ടും? എക്സ് സ്ക്വയർ അല്ലേ? അപ്പൊ 20 സ്ക്വയർ പ്ലസ് 4x, അതായത് ഇതിന്റെ 4 ഇരട്ടി, 20ന്റെ 4 ഇരട്ടി എത്രയാ? 4 ഗുണിക്കണം 20 അല്ലെ? പ്ലസ് അവസാനം പ്ലസ് 4. അപ്പൊ 20 സ്ക്വയർ എത്രയാണ്? 400 പ്ലസ് 4 × 20 80 പ്ലസ് 4 അല്ലെ? അപ്പൊ എത്ര കിട്ടി നമുക്ക്? 484 എന്ന് കിട്ടി. അതായത് 22 സ്ക്വയർ സമം 484 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതേപോലെ 52 സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് 2 എന്ന രൂപത്തിൽ എഴുതേണ്ടത് കൊണ്ട് 50 പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതണം. അപ്പൊ 50ന്റെ സ്ക്വയർ 50 സ്ക്വയർ പ്ലസ് 4x അല്ലെ? 4 × 50 പ്ലസ്
2 സ്ക്വയർ എത്ര 4 അല്ലെ. അപ്പൊ 50യുടെ സ്ക്വയർ എത്രയാണ്? 0 വരുന്ന നമ്പറിന്റെ സ്ക്വയർ കാണാൻ എളുപ്പമാണ് അല്ലെ. 5ന്റെ സ്ക്വയർ കണ്ട് അവിടെ എത്രയാണോ 0 ഉള്ളത് അതിന്റെ ഡബിൾ 0 ഇട്ടാൽ മതി അല്ലെ. 2500 പ്ലസ് 4 × 50 എത്രയാ? 50യുടെ 4 ടൈംസ് 4 × 50 എന്ന് പറഞ്ഞാൽ 200 അല്ലെ, 200 പ്ലസ് 4 അപ്പൊ എത്ര നമുക്ക് കിട്ടുന്നേ? 2704. 2704 ആണ് 52ന്റെ സ്ക്വയർ കിട്ടുന്നത് അല്ലെ. ഇനി അതിലുള്ള മൂന്നാമത്തെ ചോദ്യം, 25 സ്ക്വയർ സമം 625 ആണ് എങ്കിൽ 27 സ്ക്വയർ എത്രയാണ്? 25 സ്ക്വയർ 25ന്റെ വർഗം 625 ആയാൽ 27 സ്ക്വയർ എത്ര എന്നാണ്. അപ്പൊ ഇത് തന്നിരിക്കുന്ന എന്തിനാണെന്ന് വിചാരിച്ചാല് 27ന് നമ്മൾ 25 + 2 എന്ന രീതിയിൽ ചെയ്യണം. ഓക്കെ, 20 + 7 ചെയ്യാൻ പാടില്ല. ഇവിടെ ഇത് തന്നതുകൊണ്ട് എങ്ങനെ ചെയ്യണം? 25 + 2 സ്ക്വയർ എന്ന് തന്നെ ചെയ്യണം. അപ്പൊ നമുക്ക് ഇതുപോലെ ചെയ്യാം. 25x സ്ക്വയർ ആയതുകൊണ്ട് 25 സ്ക്വയർ പ്ലസ് അടുത്തെത്രയാ? 4x അല്ലേ. 4 × 25 പ്ലസ് 4. അപ്പൊ 25ന്റെ സ്ക്വയർ 625 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 625 പ്ലസ് 4 × 25 പറഞ്ഞാൽ 100 പ്ലസ് 4. അപ്പൊ 625നോട് 100 കൂട്ടിയാൽ 725. അപ്പൊ 729 27ന്റെ സ്ക്വയർ. ഇനി ആ പേജിലെ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അതിൽ ചോദ്യം ഇങ്ങനെയാണ്: 43 സ്ക്വയർ സമം, മൂന്നാമത്തെ ചോദ്യം, 43 സ്ക്വയർ സമം 1849 ആയാൽ 44 സ്ക്വയറും 46 സ്ക്വയറും എത്ര? അതിന്റെ ഒന്നാമത്തത് 44 സ്ക്വയർ എത്ര എന്നാണ്. അപ്പൊ ഇത് തന്നതായതുകൊണ്ട് നമുക്ക് 44നെ 43 + 1 എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. 43 + 1 ഹോൾ സ്ക്വയർ. ഇനി x + 1 ഹോൾ സ്ക്വയർ എന്താണ്? x സ്ക്വയർ + 2x + 1 ആണ് അല്ലെ. അപ്പൊ അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 43 ആയതുകൊണ്ട് 43 സ്ക്വയർ പ്ലസ് 2x, 2 ഗുണിക്കണം 43 പ്ലസ് 1. ഇതിനെങ്ങനെ എഴുതാം? 43 സ്ക്വയർ 1849 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് 43ന്റെ ഇരട്ടി എത്ര? അത് 86 പ്ലസ് 1 അല്ലെ. അപ്പൊ ഇത് കൂട്ടുമ്പോ എത്ര വരിക? 1849 86 1 കൂട്ടണം അല്ലെ. അപ്പൊ എത്ര കിട്ടും? 1936 എന്ന് കിട്ടും. 44ന്റെ സ്ക്വയർ എത്ര കിട്ടുക നമുക്ക്? 1936 എന്ന് കിട്ടും. ഇതേപോലെ 46ന്റെ സ്ക്വയർ ആണ് രണ്ടാമത്തെ ചോദ്യം. 46 സ്ക്വയർ 46 സ്ക്വയർ. ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 46നെ ഈ 43ന്റെ സ്ക്വയർ തന്നതുകൊണ്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാവേ. 43 കൂട്ടണം 3 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇത് നമുക്ക് x + 3 ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ ഇതിനെ വിപുലീകരിച്ച് എഴുതാം, എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പൊ എത്ര? 43 സ്ക്വയർ പ്ലസ് x സ്ക്വയർ 6x, അതായത് 6 ഗുണിക്കണം 43 പ്ലസ് 3ന്റെ സ്ക്വയർ 9. അപ്പൊ 43 സ്ക്വയർ എത്രയാണ്? 1849 കൂട്ടണം. ഇത് ഗുണിച്ച് എത്ര കിട്ടുക? 6 3 18, ബാക്കി 1 6 4 24, 1 25 അല്ലെ. 258 പ്ലസ് 9 എന്ന് കിട്ടും. അപ്പൊ ഇത് കൂട്ടി നോക്കാം നമുക്ക്. 1849 കൂട്ടണം 258 കൂട്ടണം 9 അല്ലെ. 9 9 18 8 26, 6 5 11, 9 2 11, 1 2 അല്ലെ. അപ്പൊ 2116 ആണ് 46ന്റെ സ്ക്വയർ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ട് ഇതിങ്ങനെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യണം. കേട്ടോ? ഓക്കെ.